വളരെ ഇമോഷണലായിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ നമ്മൾ ഒരിക്കലും എടുക്കരുത്. ഉദാഹരണത്തിന് നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്, ഭയങ്കരമായ ദുഃഖത്തിലാണ് നമ്മൾ, ഡിപ്രഷൻ, ദുഃഖം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭയങ്കര ആ ദുഃഖത്തിൻ്റെ ആ ബേജാറിലിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം നമ്മൾ എടുക്കരുത്. വലിയൊരു തീരുമാനം എടുക്കാൻ ആ സമയം ഉചിതമല്ല. അതേപോലെ ഭയങ്കരമായി അല്ലെ, ചിലപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാറുണ്ട്, ഭയങ്കരമായി കരയുന്ന, ഭയങ്കര കരഞ്ഞ് ഭയങ്കര സങ്കടത്തിലുള്ള സമയത്ത് നമ്മൾ കടുപ്പപ്പെട്ട തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കരുത്, അല്ലെങ്കിൽ ഒരാളോട് കടുപ്പപ്പെട്ട വാക്കുകൾ പറയരുത്. ശ്രദ്ധിക്കുക, കുറച്ച് പറയാം. അതേപോലെ ചില മക്കൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് തൻ്റെ മാതാവിനും പിതാവിനൊക്കെ വലിയ വലിയ പ്രോമിസുകൾ നൽകാറുണ്ട്. ചിലപ്പോൾ നമുക്കത് പാലിക്കാൻ കഴിയില്ല. അതേപോലെ നമ്മൾ ഭാര്യക്കോ മക്കൾക്കോ ഒന്നും വലിയ പ്രോമിസുകൾ, ഭയങ്കരമായി സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പിനെസ്സിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, ഭയങ്കര സന്തോഷത്തിൽ ആ മൂമെൻറ്റിൽ ഇരിക്കുമ്പോൾ വലിയ തീരുമാനങ്ങൾ, വലിയ പ്രോമിസുകൾ, ചില ആളുകൾ പറയാറില്ല തൻ്റെ കാമുകിയോട് നിൻ്റെ ജീവിതകാലം വഴി ഞാൻ നോക്കാം, അല്ലെങ്കിൽ ജീവിതകാലോട് നിൻ്റെ ചിലവ് ഞാൻ വഹിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യാം, നിന്നെ ഇന്ന രാജ്യത്ത് കൊണ്ടുപോകാം, ഇന്ന ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിത്തരാമെന്ന് ഭയങ്കരമായ സന്തോഷത്തിൽ ഹാപ്പിനെസ് ഇരിക്കുന്ന സമയത്ത് വലിയ വലിയ പ്രോമിസുകൾ ഒരിക്കലും നൽകാൻ പാടില്ല. കാരണം നമ്മളെ മൈൻഡിന് അതൊരു സാവകാശം കിട്ടുന്നില്ല. ഒന്ന് ചിന്തിച്ച് നല്ല രീതിയിൽ നല്ലൊരു തീരുമാനം എടുക്കേണ്ട സാവകാശമില്ലാതെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം പെട്ടെന്നായി പോകുന്നത്. അപ്പോൾ നമുക്കതൊരു സാവകാശം മെയിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണവും ദോഷവും ചിന്തിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഭാവി വരുന്ന എന്തൊക്കെ ആ ഭാവിയിൽ വരും, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കത് നിറവേറ്റാൻ സാധിക്കുമോ എന്നൊക്കെ ചിന്തിക്കേണ്ട സമയം ആ ബ്രെയിനിന് കിട്ടാത്തൊരു അവസ്ഥയാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് അങ്ങനെ പഠിച്ച ആളുകൾ പറയുന്നത്. അതേപോലെ ഭയം, എത്ര വലിയ ശക്തരാണെങ്കിലും ഭയപ്പെടുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൂസാ നബിയുടെ ചരിത്രത്തിൽ പോലും അത്ര ശക്തനായി കരുത്തനായിരുന്നിട്ട് പോലും അദ്ദേഹം ഭയപ്പെടുന്നതായിട്ട് കാണുന്നത്. അതേപോലെ നമുക്ക് അഗാധമായ ഭയമുള്ള സമയത്ത്, പേടിച്ച് വരേണ്ട സമയത്ത് നമ്മൾ വലിയ വാക്കുകൾ പറയരുത്, ചില പ്രോമിസുകൾ എടുക്കരുത്, അല്ലെങ്കിൽ ചില വലിയ വലിയ വാഗ്ദാനങ്ങൾ ഒരിക്കലും നൽകരുത്. കാരണം നമുക്ക് ആ ഭയങ്കര പേടിച്ചില്ല ഒരു സമയത്തിലാണ് നമ്മൾ ആ ഒരു മൂമെൻറ്റിൽ നമുക്കൊരു ശക്തമായൊരു ക്ലിയറായ ഒരു നല്ല തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയാത്ത സമയമാണിതൊക്കെ. നമ്മൾ പേടിച്ച സമയം, ഭയങ്കരമായ സന്തോഷത്തിലുള്ള സമയം, ഭയങ്കര വിഷമത്തിലുള്ള സമയം, ഇങ്ങനെയുള്ള സമയങ്ങളിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുകയോ വലിയ വലിയ പ്രോമിസുകൾ നൽകുകയോ, അല്ലെങ്കിൽ വലിയ തീരുമാനങ്ങൾ, ചില ആളുകൾ ചെറിയൊരു ടെൻഷൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നമ്മളെ ഓണറോ എന്തെങ്കിലും മറ്റേ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോ ചെറിയ എന്തെങ്കിലും കാര്യം പറഞ്ഞു വെക്കും, ഞാൻ ജോലി റിസൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജോലി മതിയാക്കുകയാണെന്നുള്ള വാക്കുകൾ പറയുന്നതായിട്ടും ആ ഒരു ഇമോഷൻ്റെ പുറത്ത് തീരുമാനം എടുക്കുകയും പെട്ടെന്ന് മതിയാക്കി പോവുക ചെയ്യുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതൊരിക്കലും ഒരു നല്ല തീരുമാനമല്ല. കാരണം കുറച്ചും കൂടി ആലോചിച്ചിട്ട് സമാധാനത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് അങ്ങനെയുള്ള വലിയ വലിയ തീരുമാനങ്ങൾ. ആ ഒരു ഇമോഷൻ്റെ പുറത്ത് നമ്മളൊരു തീരുമാനം അങ്ങനെ എടുക്കരുത്, വലിയ പ്രോമിസുകൾ നൽകരുത്. നമ്മുടെ തന്നെ ബ്രെയിനിന് ചിന്തിക്കാനും ആലോചിക്കാനും മാത്രമുള്ള സമയം നമ്മൾ നൽകുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക.